ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. യോസേഫ് ഒരു സ്വപ്നം കാണുകയാണ്. ഏതാണ് ആ സ്വപ്നം? നമുക്ക് വായിക്കാം. 7-ാം വാക്യം വായിക്കുകയാണ്. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു എൻ്റെ കറ്റയെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരങ്ങൾ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവൻ്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. പ്രിയ സഹോദര സഹോദരി, ഇവർ എത്രത്തോളം വിദ്വേഷിച്ചിട്ടും ദൈവത്തിന് യോസേഫിൻ്റെ മേലുള്ള ഉന്നതമായ പദ്ധതി അവർക്ക് തടുക്കുവാൻ കഴിഞ്ഞില്ല. അവസാനമാകുമ്പോഴേക്കും യോസേഫ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാനിടയായി. എല്ലാവരും വന്ന് അവനെ നമസ്കരിക്കുവാനിടയായി. നീ നീതിയോടെ ജീവിച്ചാൽ, സത്യസന്ധതയോടെ ജീവിച്ചാൽ കുറേ കാലം കഷ്ടങ്ങളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഒരു ദിവസം ഉണ്ടാകും, നിന്റെ നീതിയെയും സത്യസന്ധതയെയും ഒക്കെ തിരിച്ചറിഞ്ഞവനായ ദൈവം നിന്നെ ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുവാനിടയാകും. അത് മറക്കരുത്. അതിനുശേഷം കാണാൻ കഴിയും, യോസേഫ് തന്നെ വെളിപ്പെടുത്തുകയാണ്, പറയുകയാണ്, എൻ്റെ ജ്യേഷ്ഠന്മാരേ. അത് കേട്ട ഉടനെ തന്നെ സഹോദരന്മാർ ഭയന്നുപോയി. ഞാനാണ് നിങ്ങളുടെ അനുജനായ, നിങ്ങൾ വിറ്റുകളഞ്ഞവനായ യോസേഫ്. ആ വാക്കുകൾ കേട്ടപ്പോൾ സഹോദരന്മാർ ഭയന്നുപോയി. പിടിക്കപ്പെട്ടു. നമ്മൾ ചെയ്ത ദ്രോഹത്തിന് പകരമായി ഇപ്പോൾ തന്നെ യോസേഫ് പകരം വീട്ടും. നമ്മെ എല്ലാവരെയും ഇവൻ ജയിലിൽ അടയ്ക്കും എന്ന് വിചാരിച്ചു. യോസേഫ് പകപോക്കുന്നവൻ ആയിരുന്നില്ല, പാപികളോട് ക്ഷമിക്കുന്നവനായിരുന്നു. അതുപോലെ എൻ്റെ കർത്താവായ യേശുക്രിസ്തു, അവൻ പകപോക്കുന്നവൻ അല്ല, അനുതപിക്കുന്നവരോട് മനസ്സോടെ ക്ഷമിക്കുന്നവനാണ്. യോസേഫ് അവരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യുവാൻ നിരൂപിച്ചു, എന്നാൽ ദൈവം അതിനെ എനിക്ക് നന്മയ്ക്കായി മാറ്റി. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ ആത്മീയ യാത്രയിൽ പലപ്പോഴും നമ്മുടെ ആളുകൾ തന്നെ, സ്വന്തക്കാർ തന്നെ നമുക്ക് ദോഷം ചെയ്തേക്കാം, നമ്മുടെ ബന്ധുക്കൾ തന്നെ നമുക്ക് ദോഷം ചെയ്തേക്കാം, സ്നേഹിതർ തന്നെ നമുക്ക് ദോഷം ചെയ്തേക്കാം. നമുക്കുള്ളതിനെ അവർ തട്ടിയെടുത്തേക്കാം, നമുക്കുള്ളതിനെ കവർച്ച ചെയ്തേക്കാം, നഷ്ടമാക്കിയേക്കാം, നിന്നെ ഒരു അനാഥനെ പോലെ ആക്കിയേക്കാം, നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയേക്കാം. എന്നാൽ ഭയപ്പെടേണ്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ, നിനക്ക് ദോഷം ചെയ്ത ആളുകളേക്കാൾ, നിന്നെ കവർച്ച ചെയ്ത ആളുകളേക്കാൾ ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനത്തിലേക്ക് നിന്നെ ഒരു ദിവസം ദൈവം കൊണ്ടെത്തിക്കും. അങ്ങനെ നിന്നെ ഉയർത്തുവാൻ ഞാൻ പ്രസംഗിക്കുന്നതായ കർത്താവ് പറയുക മതിയായവനാണ്. അവസാനം യോസേഫ് എന്താണ് അവരോട് പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് ദോഷം പ്രവർത്തിച്ചു, എന്നാൽ ദൈവം എനിക്ക് ഇതാ നന്മയ്ക്കായി മാറ്റിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ കേൾക്കുക. ഇന്നും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിനക്ക് ആപത്തായിട്ട്, അപകടമായിട്ട്, ദുഃഖമായിട്ട് തോന്നിയേക്കാം. എന്നാൽ കേൾക്കുക. എന്താണോ നിന്നെ ഇന്ന് ഭയപ്പെടുത്തുന്നത്, നിനക്ക് സ്വസ്ഥതയും സമാധാനവുമൊക്കെ കെടുത്തിക്കളയുന്നത്, നിന്റെ ജീവിതത്തിൽ എന്താണോ നീ ഇന്ന് അന്യായമായിട്ട്, ആപത്തായിട്ട്, അനീതിയായിട്ട് കാണുന്നത്, അവയെല്ലാം ദൈവം നിനക്ക് അനുഗ്രഹ വിഷയമാക്കി മാറ്റാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടിരിക്കൂ. തൻ്റെ മക്കളായിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായിട്ട് തന്നെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പണ്ടൊരു കാലത്ത് ഒരു രാജാവിൻ്റെ അരികിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി തൻ്റെ രാജാവിനോട് എപ്പോൾ എന്തെല്ലാം സംസാരിച്ചാലും, രാജാവേ,
നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എല്ലാം നമ്മുടെ നന്മയ്ക്കാണ്, ഇങ്ങനെ എപ്പോഴും അദ്ദേഹം പറയുക പതിവായിരുന്നു. എന്താണ് മന്ത്രി ഇത്? എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. അതേ രാജാവ്, എല്ലാം ദൈവം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തു തരുന്നത്, ഇങ്ങനെ പറയുമായിരുന്നു. ഒരു ദിവസം രാജാവും അതുപോലെ തൻ്റെ സൈന്യാധിപനും വേട്ടയ്ക്ക് വേണ്ടി പോയപ്പോൾ രാജാവ് വേട്ടയാടുമ്പോൾ അമ്പെയ്തതായ സമയത്ത് തൻ്റെ വിരലുകളിൽ തള്ളവിരൽ മുറിയുവാൻ ഇടയായി. തിരികെ കൊട്ടാരത്തിലേക്ക് വന്നു. രാജാവ് വിരൽ മുറിഞ്ഞിട്ട് വളരെ ദുഃഖത്തോടെ ഇരിക്കുന്ന വിഷയം മന്ത്രി അറിയാനിടയായി. രാജാവ് പറഞ്ഞു, മന്ത്രി നോക്കൂ, എൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നു, അപകടത്തിൽ കൂടി എൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവേ ഭാരപ്പെടേണ്ട, ഇതും അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടന്നത് എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് കോപമായി. എടാ ദുഷ്ടാ, എൻ്റെ തള്ളവിരൽ മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ നന്മയ്ക്കെന്നാണ് പറയുന്നത്. നിനക്ക് സംഭവിച്ചെങ്കിലേ അതിൻ്റെ വേദന നീ മനസ്സിലാക്കുകയുള്ളൂ. എനിക്കൊരു ദോഷം സംഭവിച്ചപ്പോൾ എൻ്റെ തള്ളവിരൽ മുറിഞ്ഞു പോയപ്പോൾ അതും എൻ്റെ നന്മയ്ക്കാണെന്നാണോ നീ ഇപ്പോൾ വാദിക്കുന്നത്? ആരെവിടെ? ഭൃത്യന്മാർ വന്നു. ഈ മന്ത്രിയെ പിടിച്ചുകെട്ടി ജയിലിലടയ്ക്കൂ. എനിക്ക് വന്ന കഷ്ടത കണ്ടുകൊണ്ട് അവൻ സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലടപ്പിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും രാജാവ് വേട്ടയാടുവാനായി കാട്ടിലേക്ക് പോയി. അങ്ങനെ പോയതായ സമയത്ത് അപ്പോൾ അവിചാരിതമായി അവിടെയുണ്ടായിരുന്ന കാട്ടുമനുഷ്യരാൽ പിടിക്കപ്പെട്ടു. ഈ രാജാവിനെ അവർ പിടിച്ചുകെട്ടി അവരുടെ കുടിലുകളിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവർ തീരുമാനമെടുക്കുകയാണ്, എന്താണെന്ന് വെച്ചാൽ ഈ രാജാവിനെ അവരുടെ ദേവന് ബലി കൊടുക്കണമെന്ന്. രാജാവിനെ അവരുടെ ദൈവത്തിന് ബലി കൊടുക്കണം എന്ന് തീരുമാനമെടുത്തതിന് ശേഷം അവരിൽ ഒരാൾ പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണ്, 9 വിരലുകളേ ഉള്ളൂ. എന്താണ്? രാജാവിന് 9 വിരലുകളേ ഉള്ളൂ. അവൻ ഓടിപ്പോയി മൂപ്പനോട് പറയുകയാണ്, നോക്കൂ മൂപ്പാ, ഇയാൾക്ക് 9 വിരലുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ യാഗം സമ്പൂർണ്ണമല്ല, ഇത് അപൂർണമാകുന്നു, നമ്മുടെ ദൈവം ഇത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ നേതാവ് പറഞ്ഞു, അത് ശരിയാണല്ലോ, അപൂർണമായുള്ള യാഗമാണെങ്കിൽ നമ്മുടെ ദൈവം ഇത് സ്വീകരിക്കുകയില്ലല്ലോ. 10 വിരലുണ്ടാകണം, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 9 വിരലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇയാളെ പറഞ്ഞുവിടുക, ഇയാളെ വെറുതെ വിടുമെന്ന് പറഞ്ഞപ്പോൾ ഭദ്രമായിട്ട് കൊണ്ടുചെന്ന് കാടിൻ്റെ വെളിയിൽ വിട്ടിട്ട് വന്നു. ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തൻ്റെ രാജ്യത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് നേരെ ജയിലിലേക്കാണ് പോയത്. മന്ത്രി നിങ്ങൾ പറഞ്ഞത് കറക്റ്റായിരുന്നു. എന്താണ് രാജാവേ? എന്ത് ചെയ്യാനാണ് മന്ത്രി? എൻ്റെ വിരലൊന്ന് മുറിയാനിടയായിരുന്നല്ലോ. അതേ രാജാവേ, അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുതന്നെയാണ് മന്ത്രി സംഭവിച്ചത്. എൻ്റെ മുറിഞ്ഞ വിരലുമായിട്ട് ഞാൻ വേട്ടയാടാൻ പോയി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കാട്ടിലെ മനുഷ്യർ വന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ടുപോയി. എൻ്റെ ഒരു വിരലില്ലല്ലോ, അതുകൊണ്ട് എന്നെ ബലി കഴിക്കാൻ പോയപ്പോൾ അപൂർണമായ ബലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വെറുതെ വിടാനിടയായി മന്ത്രി. വാസ്തവമായിട്ട് മന്ത്രി പറഞ്ഞത് ശരിയായിരുന്നു. എന്നാൽ ഞാനത് മനസ്സിലാക്കാതെ അന്യായമായിട്ട് അങ്ങേ ജയിലിലടച്ചു. അതെനിക്ക് സംഭവിച്ച വലിയൊരു തെറ്റ് തന്നെയാണ്. ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറയുകയാണ്, അല്ല രാജാവേ, അതും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിച്ചത്. നിങ്ങളുടെ നന്മയ്ക്ക് എങ്ങനെയാണ് മന്ത്രി നടന്നത്? അന്യായമായിട്ടാണല്ലോ നിന്നെ ജയിലിലടച്ചത്. അതെങ്ങനെയാണ് നന്മയ്ക്കായി മാറുന്നത്? അതെൻ്റെ നന്മയ്ക്കായി സംഭവിച്ചു. എങ്ങനെ സംഭവിച്ചു? സാധാരണമായിട്ട് അങ്ങ് വേട്ടയ്ക്ക് പോവുകയാണെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ട് മാത്രമേ പോവുകയുള്ളൂ. നിശ്ചയമായിട്ട് ഞാൻ അങ്ങയുടെ കൂടെ വരും. അവർ അങ്ങേ പിടിച്ചതുപോലെ എന്നെയും പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങയ്ക്ക് 9 വിരൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വെറുതെ വിടുമായിരുന്നു. എന്നാൽ എന്നെ പിടിച്ച് ബലി കഴിക്കുമായിരുന്നു. അങ്ങനെ ജയിലിലടച്ചത് എനിക്ക് നന്മയ്ക്കായി രാജാവേ. പ്രിയ സഹോദര, ആ മന്ത്രി മനസ്സിലാക്കിയ സത്യം എന്താണെന്ന് വെച്ചാൽ, ദൈവം തിരഞ്ഞെടുത്ത ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷമായിട്ട്, തിന്മയ്ക്കായിട്ട്, കഷ്ടകരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങൾ നനയ്ക്കാത്ത രീതിയിലുള്ള അനുഗ്രഹത്തെയും നന്മയെയും ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. യോസേഫിൻ്റെ യാത്രയിൽ ഇതാണ് നമ്മൾ കണ്ടത്. സഹോദരന്മാർ ദോഷം നിരൂപിച്ചുകൊണ്ട് അവനെ വിറ്റുകളഞ്ഞു. എന്നാൽ അതേ യാത്രയെ ദൈവം എങ്ങനെ മാറ്റി? അവനെ അനുഗ്രഹിച്ചു. രാജ്യത്തെ ഭരിക്കുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് യോസേഫിനെ ദൈവം കൊണ്ടുപോയി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആപത്തായിട്ട്, തിന്മയായിട്ട്, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ആഗ്രഹിച്ചതൊന്നും നടക്കാതെ, ഒരു കാര്യവും നന്മയ്ക്കാൻ നടക്കാതെ, ദുഃഖവും നിരാശയുമൊക്കെ നിന്നെ വേട്ടയാടുകയാണോ? ഭയപ്പെടേണ്ട. യോസേഫിൻ്റെ ജീവിതത്തിൽ 13 വർഷക്കാലം തൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ദോഷമായിട്ട് തോന്നി.
എല്ലാം തനിക്കെതിരായിട്ട് നടക്കുന്നു എന്നാണ് തോന്നിയത്. എന്നാൽ കേൾക്കൂ, ദൈവം യോസേഫിനെ അനുഗ്രഹിച്ച ആ ദിവസം വന്നപ്പോൾ ലോകത്തിലെ ഒന്നിനും തന്നെ അതിനെ തടയുവാൻ കഴിഞ്ഞില്ല. ദൈവം എത്തിക്കുവാൻ ആഗ്രഹിച്ചതായ സ്ഥാനത്തേക്ക് അവൻ എത്തിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ കേൾക്കുക, നിന്നെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്തേക്ക് ദൈവം നിശ്ചയമായിട്ടും നിന്നെ എത്തിക്കും. വരൂ, നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായിട്ട് നിന്റെ മക്കളോട് സംസാരിച്ച് അവരെ ധൈര്യപ്പെടുത്താനിടയായല്ലോ. ഞങ്ങളുടെ വിശ്വാസത്തെ നീ ഉറപ്പിച്ചുവല്ലോ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ദോഷമായിട്ട്, തിന്മയ്ക്കായിട്ട്, തടസ്സങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവയെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റാൻ പോകുന്നതോർത്ത് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പല സാഹചര്യങ്ങളും കണ്ടുകൊണ്ട്, ജീവിതത്തിലെ പല തടസ്സങ്ങളെയും കണ്ടുകൊണ്ട് നിരാശപ്പെട്ടു പോകാതെ, ഭയപ്പെട്ടു പോകാതെ, വിശ്വാസത്തോടുകൂടി നിന്നെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് സകലതും നന്മയ്ക്കു വേണ്ടി മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ള ഉറപ്പ് ഓരോരുത്തർക്കും നീ കൊടുക്കണമേ. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളെ നന്മയ്ക്കായി മാറ്റണമേ കർത്താവേ. അതുപോലെ തടസ്സങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവികമായ സന്തോഷവും സമാധാനവും കൊടുത്ത് നിന്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കൊടുക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.